Hello friends, welcome to Nursing for Life. Today we are going to discussing about anatomic and physiologic overview of heart. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അനാട്ടമിക് ആൻഡ് ഫിസിയോളജിക് വ്യൂ ഓവർവ്യൂ ഓഫ് ഹാർട്ട്. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ അനാട്ടമിക് ഹാർട്ടിനെ കുറിച്ച് ഹാർട്ടിൻ്റെ അനാട്ടമിക് സ്ട്രക്ചർ മാത്രമാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. The heart. ഷേപ്പ് ഓഫ് ദ ഹാർട്ട് ഈസ് കോൺ ഷേപ്ഡ്. ഹാർട്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ ഷേപ്ഡ് ആണ്. ഹാർട്ട് ഒരു ഹോളോ മസ്കുലർ ഓർഗൻ ആണ്. ഹാർട്ട് ഈസ് എ ഹോളോ മസ്കുലർ. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺ ഷേപ്ഡ് ആണ്. അതുപോലെ തന്നെ ഹോളോ മസ്കുലർ ഓർഗൻ ആണ്. ലൊക്കേഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ലൊക്കേഷൻ എവിടെയാണ്? മീഡിയസ്റ്റിനൽ സ്പേസ് ബിറ്റ്വീൻ ലങ്സ്. ലങ്സിൻ്റെ ഒരു മീഡിയാസ്റ്റിനൽ പാർട്ട്, അത് മീഡിയാസ്റ്റിനൽ പാർട്ട് എന്ന് പറയുന്നത് ലങ്സിൻ്റെ ഇടയാണ്. ആ ഒരു രണ്ട് ലങ്സിൻ്റെയും റൈറ്റ് സൈഡ് ലങ്സിൻ്റെയും ലെഫ്റ്റ് സൈഡ് ലങ്സിൻ്റെയും ആ സെൻറ്ററായി കാണുന്നതിനെയാണ് മീഡിയാസ്റ്റിനൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഹാർട്ട് കാണുന്നത്. ഹാർട്ട് മെയിനായിട്ട് ഹാർട്ട് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഡയഫ്രത്തിലാണ്. ഓക്കെ, ഡയഫ്രത്തിലാണ് ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്നത്. സൈസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് 12 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, അതായത് തിക്നെസ് 6 സെൻറ്റിമീറ്റർ. സൈസ് എത്രയാണ്? 12 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 8 സെൻറ്റിമീറ്ററും തിക്നെസ് എത്രയാ? തിക്നെസ് 6 സെൻറ്റിമീറ്ററുമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. നമ്മുടെ ഹാർട്ടിൻ്റെ സൈസ് എത്രയാണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ, തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ. പല ക്വസ്റ്റ്യൻസിലും നമ്മളിത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാ? ലെങ്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ, തിക്നെസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. വെയിറ്റ് ഓഫ് ദ ഹാർട്ട്. വെയിറ്റ് ഓഫ് ദ ഹാർട്ട് എത്രയാണ്? 300 ഗ്രാം. 300 ഗ്രാം ആണ് വെയിറ്റ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചത് ഹാർട്ടിൻ്റെ ഷേപ്പ് കോൺ ഷേപ്ഡ് ആണ്. ഒരു ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹോളോ മസ്കുലർ ഓർഗൻ ആണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയസ്റ്റിനൽ സ്പേസ് ആൻഡ് ബിറ്റ്വീൻ ദ ലങ്സിൻ്റെ ഇടയിലാണ് കാണുന്നത്. ഹാർട്ട് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഡയഫ്രത്തിലാണ്. അതുപോലെ തന്നെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ഹാർട്ട് ഈസ് 300 ഗ്രാം. ഓക്കെ, വി ക്യാൻ മൂവ് ഓൺ. അടുത്ത് നമ്മുടെ ലെയേഴ്സ് ഓഫ് ഹാർട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലെയേഴ്സ് ഓഫ് ഹാർട്ട്. മെയിനായിട്ട് നമ്മുടെ ലെയറിനെ നമ്മൾ 3ആയിട്ട് തിരഞ്ഞിരിക്കുന്നു. ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. പെരികാർഡിയം, ഒരു പെരികാർഡിയൽ ക്യാവിറ്റി ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഒരു മയോകാർഡിയം ഉണ്ട്, ഒരു എൻഡോകാർഡിയം ഉണ്ട്. ഈ പിക്ചർ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇവിടെ കാണുന്നത് നോക്കി. ഇവിടെ നമുക്ക് ഇതാ കാണുന്നുണ്ട് പെരികാർഡിയൽ ക്യാവിറ്റി. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മയോകാർഡിയം കാണുന്നു. മയോകാർഡിയമാണ് ഏറ്റവും തിക്കസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് എൻഡോകാർഡിയം. ഇതിനെ തന്നെ നമുക്ക് 3ആയിട്ട്, ഈ പെരികാർഡിയൽ സ്പേസിനെ നമുക്ക് 3ആയിട്ട്, ഫൈബ്രസ് പെരികാർഡിയം, പരേറ്റൽ ലെയർ ഓഫ് പെരികാർഡിയം ആൻഡ് എപ്പികാർഡിയം. ഓക്കെ, വിസറൽ ലെയർ ഓഫ് സീറസ് പെരികാർഡിയം. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ഇത് പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ഹാർട്ട് കൺസിസ്റ്റ് ഓഫ് 3 ലെയർ. ഒരു ഔട്ടർ മോസ്റ്റ് ഇത്രയാണ് കേട്ടോ. ഈ കാണുന്ന ഇതാണ് പെരികാർഡിയം എന്ന് പറഞ്ഞാൽ. ഈ പെരികാർഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ഹാർട്ട് കൺസിസ്റ്റ് ഓഫ് 3 ലെയർ. ഓക്കെ, 3 ലെയർ ഉണ്ട്. ഫൈബ്രസ് പെരികാർഡിയം ആണ് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് പെരികാർഡിയം. എന്തേ കാണുന്നുണ്ട്? ഇവിടെ നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതൊന്ന് നോക്കിയേ. ഇതാ കാണുന്നത് ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറഞ്ഞാൽ. അടുത്ത് രണ്ടാമത്തെ പരേറ്റൽ പെരികാർഡിയം, മിഡിലായിട്ട് ഈ കാണുന്ന ഭാഗമാണ് പരേറ്റൽ
പെരികാർഡിയം, ഒരു സീറസ് പെരികാർഡിയം ആണ്. ഇവിടെയാണ് നമ്മുടെ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഒക്കെ കാണുന്നത്, ഈ സീറസ് പെരികാർഡിയ സ്പേസിലാണ്. അടുത്തത് എന്തുവാണ്? അടുത്ത് വിസറൽ പെരികാർഡിയം. വിസറൽ പെരികാർഡിയം ഏറ്റവും ഇന്നർ സൈഡാണ്. അതിന് അല്ലെങ്കിൽ വേറെ എപ്പികാർഡിയം എന്ന് പറയും. എപ്പികാർഡിയം വിസറൽ ലെയർ ഓഫ് സിറസ് പെരികാർഡിയം. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. നമ്മുടെ ഹാർട്ടിന് 3 ലെയർ ഉണ്ട്. എന്തൊക്കെയാണ്? പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. അതുപോലെ നമ്മുടെ പെരികാർഡിയത്തിന് 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? ഫൈബ്രസ് പെരികാർഡിയം, ഏറ്റവും അകത്തത്, ഏറ്റവും വെളിയിലെത്തത്, പിന്നെ രണ്ടാമത്തത് പരേറ്റൽ തൊട്ടടുത്തത്, അത് മൂന്നാമത്തത് വിസറൽ പെരികാർഡിയം. ഫൈബ്രസ് പെരികാർഡിയം, അടുത്ത് ഫൈബ്രസ് പെരികാർഡിയം, പരേറ്റൽ പെരികാർഡിയം ആൻഡ് വിസറൽ പെരികാർഡിയം. ഒന്ന് ഓർത്തോ ചെയ്യല, മനസ്സിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടിരിക്കണം. നമ്മൾ ഈ പഠിക്കുന്നത് നമ്മൾ മനസ്സിലിങ്ങനെ ഫിക്സ് ആക്കി വെക്കുക. എന്തൊക്കെയാണ്? പെരികാർഡിയത്തിന്റെ 3 ലെയർ, ഒരു ഫൈബ്രസ് ഉണ്ട് ഏറ്റവും വെളിയിൽ, അത് കഴിഞ്ഞിട്ട് പരേറ്റൽ ഉണ്ട്, അടുത്ത് മൂന്നാമത്തെ എന്താ? വിസറൽ പെരികാർഡിയം. ഓക്കെ, നമുക്ക് താഴോട്ട് പോകാം. മയോകാർഡിയം പഠിക്കാം. മയോകാർഡിയം ഈസ് മിഡിൽ ലെയർ ഓഫ് ദി ഹാർട്ട്. ഹാർട്ടിന്റെ നടുക്കത്തെ ഭാഗമാണ് എന്താന്ന് പറഞ്ഞ മയോകാർഡിയം എന്ന് പറഞ്ഞാൽ. ഇതെന്തിനാണ്? ഇതിന്റെ റെസ്പോൺസിബിൾ എന്താണ്? പമ്പിങ് ഓഫ് ബ്ലഡ് പമ്പ് ചെയ്യാൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? മയോകാർഡിയം. ഓക്കെ, അടുത്ത് ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് എൻഡോകാർഡിയം. എൻഡോകാർഡിയം ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ഹാർട്ട്. ഇന്നർ മോസ്റ്റ് ലെയർ എന്ന എൻഡോകാർഡിയം ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ എന്തുവാ? ഹാർട്ടിന്റെ 3 ലെയർ, നമ്മൾ ഇത്രയും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓർത്ത് വയ്ക്കുക, ഹാർട്ടിന് 3 ലെയർ ഉണ്ട്. പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. അതിനെ പെരികാർഡിയത്തിനെ 3ആയിട്ട് തിരിക്കുന്നു. ഫൈബ്രസ് പെരികാർഡിയം, പരേറ്റൽ പെരികാർഡിയം, വിസറൽ പെരികാർഡിയം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.